നൽകി ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഉറങ്ങാൻ കഴിയുക. ഉറക്കമെന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനെ പരിചയപ്പെടുത്തിയത് അതൊരു വലിയ ദൃഷ്ടാന്തവുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ദൃഷ്ടാന്തം? ഈ മൊബൈലിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പാതിരാത്രി 2 മണി വരെ 3 മണി വരെ ഇതിനകത്തിരുന്ന് കുത്തിയിട്ട് നിങ്ങൾ ഓരോരുത്തരും കിടന്നുറങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉറക്കത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹു യുതവഫൽ അൻഫുസു ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. തോന്നുന്നത് പോലെ ആസ്വദിച്ച് ചിരിച്ചും കളിച്ചും സുഖിച്ചും തോന്നുന്നതെല്ലാം ചെയ്തുകൊണ്ട് കിടപ്പറയിലെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്നുകൊണ്ട് കട്ടിലിന്റെ മുകളിൽ കിടന്നുകൊണ്ട് തലകണയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്ന് ആസ്വദിക്കുന്ന മുസ്ലിമേ, ഈ കിടക്കുന്ന ഉറക്കം മരണമാണെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന സ്വഹാബാ, ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ ആദ്യമായിട്ട് പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് പടച്ചവനെ. അല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയാണ്, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയാണ്. എന്തിന്റെ പേരിലാണ് പടച്ച റബ്ബിനെ ശുക്ർ ചെയ്യുന്നതെന്നറിയുമോ? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പടച്ചവനെ, കിടന്നുറങ്ങിയിരുന്ന മരിച്ചു കിടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ നന്മ ചെയ്യുവാനുള്ള ആയുസ് നൽകിയല്ലോ പടച്ചവനെ. എനിക്കൊരു പകലുകൂടെ നൽകിയല്ലോ, എനിക്കൊരവസരം കൂടെ നൽകിയല്ലോ. എത്രയോ പേര് ഇതുപോലെ കിടന്നിട്ട് എഴുന്നേക്കണമെന്ന് കരുതിയിട്ടും എഴുന്നേറ്റില്ലല്ലോ. അവരെ പള്ളിപ്പറമ്പിലെ ഖബറിലേക്ക് കൊണ്ടുപോയല്ലോ. ഇതുപോലെ രാത്രി എന്റെ വാപ്പ കിടന്നതാണ്, എന്റെ ഉമ്മ കിടന്നതാണ്, എന്റെ കൂടപ്പിറപ്പ് കിടന്നതാണ്, എന്റെ കുടുംബത്തിൽ പലരും കിടന്നവരാണ്, എന്റെ കൂടെ പഠിച്ചവർ പലരും കിടന്നവരാണ്. പക്ഷേ ഈ കിടന്നവർ പിന്നെ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിലേക്ക് കടന്നു പോയല്ലോ. അപ്പൊ പടച്ചവനെ, നീ എനിക്കൊരവസരം കൂടെ തന്നല്ലോ പടച്ചവനെ. നന്ദി രേഖപ്പെടുത്താൻ, നിനക്ക് ശുക്ർ ചെയ്യുവാൻ, നിസ്കരിക്കുവാനും ഖുർആൻ ഓതുവാനും സദഖകൾ കൊടുക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ എനിക്കൊരവസരം നൽകിയല്ലോ അല്ലാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് വേണം എഴുന്നേക്കണമെന്ന് മുത്തുനബി പറയുമ്പോ എത്ര പേരാണിത് ചെയ്യുന്നത്? ഞാനിത് ഓർമ്മപ്പെടുത്തിയത് ഇനിയെങ്കിലും കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നീ ചിന്തിക്കണം, പടച്ചവനെ, മരണത്തിലേക്ക് കടക്കാൻ പോകുകയാണ്, എഴുന്നേക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, സ്വഹാബാ, നിങ്ങൾ വെറുതെ കിടന്നുറങ്ങരുത്, നിങ്ങൾ വെറുതെ കിടന്നുറങ്ങരുത്. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു വെക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ കിടപ്പറയിൽ കയറി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യാതെ നിങ്ങൾ കിടന്നുറങ്ങരുത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്താണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ ചെയ്യേണ്ട 5 കാര്യങ്ങളെ കുറിച്ച് മുത്തുനബി അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതാണ് പഠിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, കടബാധ്യതകളും വസിയത്തുകളും എഴുതി വെക്കാതെ ഒരു മനുഷ്യനും കിടക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറയുകയാണ്.
പറയുകയാണ്, കടബാധ്യതയുള്ളവരുണ്ടല്ലോ, സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നവരുണ്ടല്ലോ, പടച്ചവനെ നീ ഒരു ബുക്ക് എടുത്തിട്ട് നിന്റെ വസിയത്തുകൾ മുഴുവനും എഴുതിയിട്ട് ഒന്നിയിൽ ഭാര്യയുടെ കയ്യില്, മക്കളുടെ കയ്യിൽ, അല്ലെങ്കിൽ തലകാണിയുടെ അടിയിലോ എവിടെയെങ്കിലും നിന്റെ വസിയത്തുകൾ എഴുതി വെക്കണേ. നീ എഴുതി വെക്കാതെ കിടന്നുറങ്ങരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്. രണ്ടാമതായിട്ട് മഹാനായ മുത്തുനബി അവിടെന്ന് പറയുന്നു, നീ ഒറ്റയ്ക്ക് താമസിക്കരുത്, ഒരു വീടിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടന്നുറങ്ങി പഠിക്കരുത്. ഒറ്റയ്ക്ക് താമസിക്കോ, ഒറ്റയ്ക്ക് കിടന്നുറങ്ങോ. അങ്ങനെ ഒറ്റയ്ക്കുള്ള രാപാർക്കൽ നീ ഒഴിവാക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ മുത്തുനബി മൂന്നാമത് പറയുന്നു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അതാ പടച്ചവനെ, സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നീ കിടന്നുറങ്ങരുത്, സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നീ ഒറ്റയ്ക്ക് കിടന്നുറങ്ങരുത്. അങ്ങനെ കിടന്നുറങ്ങിയാൽ അല്ലാഹുവിന്റെ കാവൽ നിനക്ക് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, കമഴ്ന്ന് കിടന്നുറങ്ങല്ലേ, കമഴ്ന്ന് കിടന്നുറങ്ങല്ലേ. ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കമഴ്ന്ന് കിടന്നുകൊണ്ട് ഉറങ്ങുന്നത്. കൊച്ചുകുട്ടികൾ വരെ പടച്ചവനെ കമിഴ്ന്നാണ് കിടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ കമഴ്ന്ന് കിടന്നുറങ്ങല്ലേ. എന്നിട്ട് മുത്തുനബി പറയുകയാണ്, അത് കമഴ്ന്ന് കിടന്നുറങ്ങുന്ന ഉറക്കം അല്ലാഹുവിന് ഇഷ്ടമല്ല, അത് അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. നരകവാസി അങ്ങനെയാണ് കിടന്നുറങ്ങുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകവാസി എങ്ങനെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ കമഴ്ന്ന് കിടന്നുറങ്ങരുത്. അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഭാര്യ ഭർത്താക്കന്മാരല്ലാത്തവരുണ്ടല്ലോ, പടച്ചവനെ, ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങാം. ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങാം. പക്ഷേ മറ്റാരും ഒരു പുതപ്പിന്റെ കീഴിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി സഈദ് ഖുദരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുലി വല ഇംറഅതു ഇലാ ഔറത്തി ഇംറഅത്തിൻ വലാ യുഫ്ദി റജുല ഇലാ റജുലി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ നഗ്നതയിലേക്കോ, ഒരു സ്ത്രീ മറ്റൊരു പെണ്ണിന്റെ നഗ്നതയിലേക്കോ നോക്കാൻ പാടില്ല. ഒരു വസ്ത്രത്തിന്റെ കീഴില് ഒരു പുരുഷനും മറ്റൊരു പുരുഷനും കിടക്കാൻ പാടില്ല. ഒരു വസ്ത്രത്തിന്റെ കീഴിൽ ഒരു പെണ്ണും മറ്റൊരു പെണ്ണും ഒരുമിച്ച് കിടന്ന് ഉറങ്ങരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് ഓർമ്മപ്പെടുത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് കിടന്നുറങ്ങാം, ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങാം. അല്ലാതെ ആണാകട്ടെ പെണ്ണാകട്ടെ, എത്ര വലിയ സുഹൃത്തുക്കളാകട്ടെ, എത്ര വലിയ അടുത്ത ബന്ധുക്കളാകട്ടെ, എത്ര വലിയവരാകട്ടെ, ഒരു പുതപ്പിന്റെ കീഴിൽ ഒരാണും ഒരു പെണ്ണും കിടന്നുറങ്ങാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു